കൊലമ്പൻ സമാധിയുടെ അടുത്താണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. നമ്മളോട് നമ്മുടെ ഇടുക്കിക്കാരൻ അച്ചായനുണ്ട്. നമ്മുടെ ഇൻസ്റ്റഗ്രാം ബ്ലോഗറാണ്. ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് അച്ചായൻ എന്താണ് പറയാനുള്ളത്? ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ ഒരു ഒലുമ്പൻ്റെ സമാധിയുണ്ട്. അപ്പോൾ ഈ സമാധിയിൽ വിളക്ക് വെക്കാതെ ഇടുക്കി ഡാമല്ല, നമ്മുടെ ചെറുതോണി ഡാം തുറന്നപ്പോൾ ആ ഷട്ടർ തുറക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഇവിടെ വിളക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ഇടുക്കി ഡാമല്ല ഷട്ടറുള്ളത് ചെറുതോണി ഡാമിനാണ്. അപ്പോൾ ഈ ചെറുതോണി ഡാം തുറക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ ആ ഒരു കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒലുമ്പൻ്റെ തന്നെ സമാധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ ഇഷ്ടംപോലെ ടൂറിസത്തിൻ്റെ ആൾക്കാരെല്ലാം ഇതിൽ കൂടെ വരുന്നുണ്ട്. ഇതേ കാണുന്നതാണ് നമുക്ക് കയറി പോകേണ്ട വഴി. അതെ, ഹിൽ വ്യൂ പാർക്കിലേക്ക് പോകേണ്ട വഴി. അവിടുന്ന് തന്നെയാണ് ആർച്ച് ഡാമിലേക്ക് മാറാൻ പറ്റും. അവിടുന്ന് റൈറ്റ് സൈഡിൽ ഒരു വഴിയുണ്ട്. റൈറ്റ് സൈഡിൽ കൂടെ ഹിൽ വ്യൂ പാർക്കിലേക്കും ലെഫ്റ്റ് സൈഡിലൂടെ ഡാമിലേക്കും ആട്ടോ പോകുന്നത്. പിന്നെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങിന്റെ ഫോട്ടോ ഒക്കെ ബോട്ടിങ്ങിന്റെ ഫോട്ടോ ബോർഡേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇവിടുന്ന് ഇടുക്കി ആർച്ച് ഡാമിലേക്ക് 2 കിലോമീറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരെ ആ വഴി കയറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റും. ഈ വഴി നേരെ പോകുന്ന കുളമാവ് ഡാം, അങ്ങനെ നമ്മൾ അങ്ങ് പോവാണ്. തൊടുപുഴയ്ക്ക് പോകുന്ന റൂട്ടാണത്. ഈ വഴിക്ക് നമുക്ക് പോയ വേറൊരു വ്യൂ പോയിന്റ് കൂടെ ഉണ്ട്, ഉപ്പുകുന്ന് വ്യൂ പോയിന്റ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉപ്പുകുന്ന് വ്യൂ പോയിന്റ് ഇപ്രാവശ്യം നമുക്ക് ഹിൽ വ്യൂ പാർക്ക് കാണാം. ബട്ട് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ ഒരു ടീ ഷോപ്പ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കെ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് ഗോ. അതിന്റെ ഫോൺ എന്ത് ബ്രോ? ട്രാവലേഴ്സ് ആണോ? ആണോ? നമ്മൾ ഇടുക്കിയിലേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പ്ലേ സ്റ്റോറിൽ കിടപ്പുണ്ട്. ഗോ ഇടുക്കി എന്നാ പേര്. അപ്പം ഇടുക്കിയിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ റൈഡ് ഭയങ്കര എളുപ്പമായിരിക്കും. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അച്ചായന്റെ ഒരു സുഹൃത്താണ് അവിടെ നിൽക്കുന്നത്. നമ്മളിത് നേരെ കണ്ടോട്ട് അപ്പൊ നമ്മള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അച്ചായൻ നമ്മുടെ ഫ്രണ്ടിൽ കയറി പോയിട്ടുണ്ട്. ഇടുക്കി ഡാമിന്റെയും ചെറുതോണി ഡാമിന്റെയും മനോഹരമായ കാഴ്ച കാണാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് നമ്മുടെ ഹിൽ വ്യൂ പാർക്ക്. നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഈ ഒരു പാർക്ക്. ഇപ്പൊ ഇവിടെ ചെറിയൊരു വെയിലൊക്കെയാണ്. ഈവനിങ് ടൈമാണ് ഇപ്പൊ ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹിൽ വ്യൂ പാർക്കിന്റെ മനോഹരമായ കാഴ്ചകളാണ്. ഇനി തെണ്ട് കറന്ന് കാഴ്ചകൾ കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എവിടെ നിന്നാണ് എടുക്കുന്നത്? ഇവിടെ നിന്നല്ലേ ഗൈസ്? ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടുത്തെ വ്യൂ ഒക്കെ എടുക്കണോ ഗൈസ്? അവിടെ നമുക്ക് ഡാമൊക്കെ കാണാൻ പറ്റും. ചുമ്മാ ഇറങ്ങിയതാ. ക്യാമറ ഇത്ര 3 എണ്ണോ ഉണ്ടോ? എൻ്റെ ഇവിടെ കടകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് തുടങ്ങി. 2 പേർക്കുള്ള എടുത്തിട്ടുള്ളൂ. അതറിയത്തില്ല. 2 പേർക്കുള്ള ഇപ്പോഴത്തെ മതി. 50 രൂപ വാങ്ങിച്ചപ്പോൾ. പുള്ളിക്കാരുടെ വീട് ഉണ്ടാ. ഓഹോ,
ഇവിടെ കുറച്ച് ഇവിടെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ കമ്പനിയാവും. ഓ അങ്ങനെ. ചേട്ടാ നമ്മുടെ ഗൈസ് അപ്പോൾ നമ്മൾ ഹിൽ വ്യൂ പാർക്കിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബ്യൂട്ടി ഓഫ് ദിസ് നേച്ചർ. ഗൈസ് ഒരു സുന്ദരൻ പട്ടീനെ കണ്ടോ? ഫോട്ടോ എടുപ്പാണ്. ഫോട്ടോ യെസ്, പട്ടിയുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. നോക്കിയിരിക്കുക കള്ളന്മാര്. എന്നാ മേടിക്കേണ്ടി വരുമോ? നീ എടാ നിന്റെ ഫോൺ എടുക്കളാ, അതിൻ്റെ അകത്തല്ല മരത്തെ വെച്ചാലോ? എല്ലാം അതേ തന്നെ വെക്കണം. ഓട്ടാ അതേ തന്നെ വെക്കാറാ. ഇത് എവിടെ വെക്കും നമ്മൾ? പറ. ഇവിടെ എങ്ങും വെക്കാൻ ഇടയാറുന്നില്ല. എടാ ഇങ്ങോട്ട് വല്ലതും മാറ്റി വെച്ചാൽ വെയിറ്റ്. ഓ അപ്പം നമ്മൾ പൈസയൊക്കെ ഒളിപ്പിച്ച് വെച്ചു കുറച്ച് സ്ഥലങ്ങളിൽ. അപ്പോൾ അത് നമ്മുടെ അച്ചായൻ്റെ ഫോളോവേഴ്സൊക്കെ വന്ന് കണ്ടുപിടിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 പേര് വന്നു ഞങ്ങൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ്. പിന്നെ അവർക്ക് നമ്മൾ പൈസയൊക്കെ കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പം ഹിൽ വ്യൂ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു അടിപൊളി പാർക്കാണ്. ചെറുതോണി ഡാമിൻ്റെയും ഇടുക്കി ഡാമിൻ്റെയും മനോഹരമായ ഒരു വ്യൂ നമുക്ക് കിട്ടും. ഇടുക്കി ഡാം കാണാനൊന്നും നമുക്ക് എപ്പോഴും എന്ന് വരത്തില്ല. ഈ ഹിൽ വ്യൂ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൻ്റെ മനോഹരമായ ദൃശ്യം നമുക്ക് ആസ്വദിച്ചിട്ട് മടക്കാൻ പറ്റും ഏത് സമയത്ത് വന്നാലും. അതായത് രാത്രി ആകരുത്, രാവിലെ ഒരു 9 തൊട്ട് ഒരു 6 മണി വരെ കണ്ട് നമ്മുടെ ഹിൽ വ്യൂ പാർക്കുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് വന്ന് പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ കുറേ അഡ്വഞ്ചർ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മൾ നേരത്തെ വന്ന് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എന്നാൽ നമ്മുടെ അച്ചായൻ്റെ കൂടെ ഇവിടം വരെ വന്നപ്പോൾ ഒന്നും കൂടെ ഷൂട്ട് ചെയ്തതാണ്. അപ്പം ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഹിൽ വ്യൂ പാർക്കിൽ നിന്നുമാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. എന്നാടാ അവിടെ ഒരെണ്ണം ഉള്ളായിരുന്നു ഫ്രൂട്ടി. ഞാൻ കുടിക്കാനോ? ഫ്രൂട്ടി ഞാൻ കുടിക്കാനോ? ആണോ? അപ്പം ഞാൻ കൂച്ചാ. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. ഇനി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ പോവാണ് ഗൈസ്. മൊത്തം അടച്ച് പൂട്ടാൻ പോവുകയാണ് ഗൈസ്. ഉടനെ അല്ലേ? ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എവറിത്തിങ്. അതെ, കടല പറക്കി തിന്നു ഗൈസ്. കടല അതാണ്ട് അടച്ച് ഇവിടെ അടച്ചിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞോ.
ഒരു ജീവിതം അങ്ങനാ വീഡിയോയുടെ